97ാമത് ഓസ്കർ പുരസ്കാരങ്ങൾക്കുള്ള നോമിനേഷൻ പ്രഖ്യാപനം പുരോഗമിക്കുകയാണ്. ഹോളോകോസ്റ്റ് കാലത്തെ കഥ പറയുന്ന ദ ബ്രൂട്ടലിസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ നോമിനേഷൻ. ഹിന്ദി ഭാഷാ ചിത്രമായ അനൂജയ്ക്ക് മികച്ച ഹ്രസ്വ ചിത്ര വിഭാഗത്തിൽ നോമിനേഷൻ ലഭിച്ചു. അഗസ്റ്റ് സെബാസ്റ്റ്യനുണ്ട്. സെബാനെ, നോമിനേഷൻ പുരോഗമിക്കുകയാണ്. നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ ആകാംക്ഷ ആസ് വി ഇമാജിൻ ആസ് ലൈറ്റും ആടുജീവിതവും ഒക്കെ ഉൾപ്പെടുമോ എന്നുള്ളതിലാണ്. ഓസ്കർ 97ാമത്തെ ഓസ്കർ പുരസ്കാരങ്ങൾക്കുള്ള നോമിനേഷനുകൾ, അതായത് 23 വിഭാഗങ്ങളിലേക്കുള്ള നോമിനേഷനുകൾ ഇപ്പോൾ പൂർണ്ണമായും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സേതു പറഞ്ഞതുപോലെ ഇന്ത്യയുടെ പ്രതീക്ഷയായിരുന്ന ചിത്രങ്ങളൊന്നും തന്നെ നോമിനേഷനുകൾ നേടിയില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ആകെ നമുക്ക് ഒരു ഇന്ത്യൻ സാന്നിധ്യം എന്ന് വേണമെങ്കിൽ പറയാവുന്നത് മികച്ച ഹ്രസ്വചിത്ര വിഭാഗത്തിൽ അനുജ എന്ന ചിത്രം, അത് അമേരിക്കൻ ചിത്രമാണ് എങ്കിലും ഹിന്ദി ഭാഷാ ചിത്രത്തിൽ ഇന്ത്യൻ പശ്ചാത്തലത്തിലുള്ള ഒരു കഥയാണ്. അതിൽ പ്രിയങ്ക ചോപ്ര അടക്കമുള്ള ഇന്ത്യക്കാർ അതിൽ ഭാഗഭാക്കാകുന്നു എന്നതാണ് ഒരു കാര്യം. ഇതൊഴികെ പറഞ്ഞാൽ മറ്റ് ഇന്ത്യക്ക് കാര്യമായ പ്രതീക്ഷകൾ ഒന്നും തന്നെ ഇല്ലാത്ത നോമിനേഷൻ പ്രഖ്യാപനമാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിക്കറ്റ്, എമിലിയ പെരസ്, ബ്രൂട്ടലിസ്റ്റ് എന്നീ ചിത്രങ്ങളാണ് നോമിനേഷനുകളിൽ ഏറ്റവും കൂടുതൽ നേടിയിട്ടുള്ളത്. ഇതിൽ ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രമാണ് ഏറ്റവും കൂടുതൽ നോമിനേഷനുകൾ നേടി ഈ എല്ലാ വിഭാഗത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. മികച്ച സംവിധാനത്തിലുള്ള പുരസ്കാരങ്ങളിൽ ആദ്യ സംവിധായകൻ, അതായത് നവാഗത സംവിധായകനാണ് മികച്ച സംവിധാനത്തിലുള്ള നോമിനേഷനുകളൊക്കെ നേടിയിരിക്കുന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. പോപ്പ് ഗായിക അരിയാന ഗ്രാൻഡിക്ക് ഇത്തവണ നോമിനേഷനുണ്ട്. ഇത്തരത്തിലുള്ള പ്രത്യേകതകളുള്ള നോമിനേഷൻ പ്രഖ്യാപനമാണ് അല്പം മുമ്പ് നടന്നത്. നമുക്കറിയാം, ലോസ് ആഞ്ചലസിലെ കാട്ടുതീ വ്യാപനവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന തീയതിയിൽ നിന്ന് 2 തവണ മാറ്റിയാണ് ഇന്ന് പ്രഖ്യാപനം ലോസ് ആഞ്ചലസിൽ നടന്നിട്ടുള്ളത്. മാർച്ച് 2-നാണ് ഓസ്കർ പുരസ്കാര പ്രഖ്യാപനം ഡോൾബി തിയേറ്ററിൽ നടക്കുക. എടുത്തു പറയേണ്ട നോമിനേഷനുകളുടെ കാര്യം, അതായത് ഇത്തവണത്തെ ഡയറക്ഷൻ സംവിധാനത്തിലുള്ള നോമിനേഷനുകൾ നേടിയിരിക്കുന്നത് അനോറ എന്ന ചിത്രത്തിന് ഷോൺ ബേക്കർ, ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിന് ബ്രേഡി കോർബെ, കംപ്ലീറ്റ് അൺനോൺ എന്ന ചിത്രത്തിന് ജെയിംസ് മംഗോൾഡ്, എമിലിയ പെരസ് എന്ന ചിത്രത്തിന് ഷാക്ക് ഒദിദാർ, ദ സബ്സ്റ്റൻസ് എന്ന ചിത്രത്തിന് കൊർണിയെ പർഗേറ്റ് എന്നിവരാണ് മികച്ച സംവിധാനത്തിലുള്ള നോമിനേഷനുകൾ നേടിയിട്ടുള്ളത്. മികച്ച നടനുള്ള പുരസ്കാരത്തിനുള്ള നോമിനേഷൻ നേടിയിട്ടുള്ളത് ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിൽ നിന്ന് ഏഡ്രിയൻ ബ്രോഡി എല്ലാവർക്കും സുപരിചിതനായ താരമാണ്. കംപ്ലീറ്റ് അൺനോൺ എന്ന ചിത്രത്തിലൂടെ തിമോത്തി ഷലമെ, ദ അപ്രന്റീസ് എന്ന ചിത്രത്തിലൂടെ സെബാസ്റ്റ്യൻ സ്റ്റാൻ, കോൺക്ലേവ് എന്ന ചിത്രത്തിലൂടെ വാൽസ് തിയനസ്, സിംഗ് എന്ന ചിത്രത്തിലൂടെ കോൾമ ഡൊമിംഗോ എന്നിവരാണ് മികച്ച നടനുള്ള നോമിനേഷനുകൾ നേടിയിട്ടുള്ളത്. മികച്ച നടിക്കുള്ള നോമിനേഷനുകൾ നേടിയത് വിക്കറ്റ് എന്ന ചിത്രത്തിലൂടെ സിന്ധ്യ എറീവോ, എമിലിയ പെരസ് എന്ന ചിത്രത്തിലൂടെ കാർല സോഫിയ ഗസ്കോൺ, അനോറ എന്ന ചിത്രത്തിലൂടെ മിക്കി മാഡിസൺ, സബ്സ്റ്റൻസ് എന്ന ചിത്രത്തിലൂടെ ഡെനി മൂർ, ഐ എം സ്റ്റിൽ ഹിയർ എന്ന ബ്രസീലിയൻ ചിത്രത്തിലൂടെ ഫെർണാണ്ടോ ടോറസ് കൂടി ഈ വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരത്തിലുള്ള വിഭാഗത്തിൽ നോമിനേഷനുകൾ നേടിയിട്ടുണ്ട്. ഏതായാലും 23 നോമിനേഷനുകളിലും ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടി ഓസ്കർ ചിത്രം പൂർണ്ണമാകുന്നു. ഇനി മാർച്ച് 2-ന് ഡോൾബി തിയേറ്ററിലാണ് ഇതിൽ ആരൊക്കെയാണ് പുരസ്കാരങ്ങൾ നേടുക എന്നത് സംബന്ധിച്ചുള്ള ആകാംക്ഷയാണ് ഇനി ബാക്കിയുള്ളത്. ഓക്കെ സബാൻ.